ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൽസ് ഡയമെൻഷൻസ്. എൻ്റെ പേര് ഫിലിപ്പ്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാനുള്ളൊരു മടി കൊണ്ടാണ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ആക്ച്വലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലും 3D വിഷ്വലൈസേഷൻ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഫീൽഡിലോട്ട് കാലെടുത്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ഫീൽഡിലോട്ട് കാലെടുത്ത് വെച്ച് മുന്നോട്ട് നീങ്ങാനിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. നമുക്ക് തുടങ്ങാം. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ സൺസെറ്റ് എന്നൊരു ടെംപ്ലേറ്റ് ഉണ്ട്, പ്രീസെറ്റ് ഉണ്ട്. പിന്നെ നൈറ്റ് എന്നൊരു സീനുണ്ട്, മൗണ്ടൻ റേഞ്ച് എന്നൊരു സീനുണ്ട്, മൗണ്ടൻസ് ഇൻ സ്പ്രിംഗ് എന്നൊരു സീനുണ്ട്, പിന്നെ വൈറ്റ്, കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടൊരു സീനുണ്ട്. പിന്നെ വേറെ 2-3 കാര്യങ്ങളോട് കണ്ടപ്പോൾ അത് ലോഡ് ആവാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യത്തെ പ്ലെയിനിലോട്ട് പോകാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു, നല്ല ടൈം എടുക്കും. സോ ഇതാണ് നമ്മുടെ ലുമിയോണിൻ്റെ ആ ഒരു ഇൻ്റർഫേസും അതിൻ്റെ ആ ഒരു സീൻ. 3ds മാക്സിലൊക്കെ നമ്മൾ സീൻ എന്ന് പറയുമ്പോൾ ആകെയുള്ള എന്താണ്, ഒരു മെഷിൻ്റെ ടൈപ്പിലെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എം ടി സ്പേസ് ആയിരിക്കും, ഡാർക്ക് കളർ ആയിരിക്കും. ഇവിടെ പക്ഷേ എന്താ സംഭവം, എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യത്യാസം ഇതാണ്. ഇതൊരു പ്ലാനറ്റാണ്, കംപ്ലീറ്റ്ലി ഒരു എം ടി പ്ലാനറ്റാണ്. ഇവിടെ നമുക്ക് ലാൻഡ് ചെയ്തിട്ട് പല കാര്യങ്ങളും പ്ലാന്റ് ചെയ്യാം, പല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, കുഴിച്ചെടുക്കാം, അതിൽ നിന്ന് മലയുണ്ടാക്കാം, കുഴികളുണ്ടാക്കാം, വീടുകളുണ്ട് പ്ലാന്റ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ കുറേ സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഒരു ഏരിയയിലോട്ട് ചെന്നിട്ട് ഒരു 100 ഏക്കർ സ്ഥലത്ത് പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ഏരിയ പോലെയാണ് ഇത് നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. നേരെ അവിടെ ചെല്ലുക, നമ്മുടെ വീട് പണിയേണ്ട വീട് പണിയുന്നു, അവിടെ വെക്കേണ്ട സാധനങ്ങളെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. പിന്നെ ഈ 3ds മാക്സിലെ പോലെ ഗ്രൗണ്ടിൻ്റെ പോർഷൻ ഉണ്ടാക്കുകയോ സ്കൈ വേറെ വെക്കുകയോ, 3D മാക്സിലോ ഫോട്ടോഷോപ്പിലോ സ്കൈ കൊണ്ട് വെക്കുക, ലൈറ്റിംഗ് കറക്ഷൻ ചെയ്യുക, ലൈറ്റിംഗ് കറക്ഷൻസ് കറക്റ്റാക്കി ചെയ്യുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഓൾറെഡി ഒരു പ്ലാനറ്റാണ്, അതിൻ്റെ സീസണൽ ചേഞ്ചസ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കാണാം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, മീൻസ് ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, 3ds മാക്സിൽ ബാക്ക്ഗ്രൗണ്ടിനെ പ്രതി നമ്മൾ ഒത്തിരി കഷ്ടപ്പെടാറുണ്ട്. 3ds മാക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ 3D മോഡൽ ചെയ്തെടുക്കുന്ന വീടുകളോ റെസ്റ്റോറൻറ്റോ കോഫി ഹൗസോ എന്തോ ആയിക്കോട്ടെ, അതിന് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കടമ്പ കൂടി നല്ലതുപോലെ ഉള്ളതുകൊണ്ട് അതിന് പ്ലസ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വീഡിയോ റെൻഡറിങ് ചെയ്യണമെങ്കിൽ 3ds മാക്സിൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള പരിപാടിയാണ്, വളരെ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി എന്ന രീതിയിൽ, ഒരു ആൻസർ എന്ന രീതിയിൽ, ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, യൂസ് ചെയ്യാം ലുമിയോണിനെ. ഓക്കെ, സോ ലുമിയോൺ എന്ന് പറയുന്നതിനകത്ത് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് വീഡിയോ റെൻഡറിങ് ഒക്കെ നല്ല ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ക്യാമറ ആംഗിൾസ് ഒക്കെ ക്യാമറ പ്രത്യേകം 3ds മാക്സിൽ മാനുവലി ചെയ്ത് വെക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാമറ ആംഗിൾസ് ഡിസൈൻ ചെയ്യാം, ക്യാമറ മൂവ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് ആർക്കും 3ds മാക്സ് അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതൊന്നും അറിയാത്ത ഒരാളാണ്, എന്തൂസിയാസ്റ്റിക് ആണ്, ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവരാണെങ്കിൽ തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ നമുക്ക് ലുമിയോണിലോട്ടൊന്ന് കയറാം. ഇതാ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഒരു കാറ്റഗറിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, നേച്ചർ. പിന്നെ കാണിക്കുന്നത് ട്രാൻസ്പോർട്ട്, സൗണ്ട്, ഇഫക്ട്സ്, പിന്നെ അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നേച്ചർ, പീപ്പിൾ, അനിമേഷൻ, ഹൗസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പം ഒരു കാർ എടുക്കാം. കാറിൻ്റെ കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്നു. ട്രാൻസ്പോർട്ടിൻ്റെ കാറ്റഗറി, കാറിൻ്റെ ഐക്കൺ ആണെന്നേ ഉള്ളൂ, ട്രാൻസ്പോർട്ട് എന്നാണ്. സോ അതിൽ വന്നിട്ട് ഇവിടെ സെലക്ട് ഒബ്ജക്ട്സ് എന്നുള്ള ഏരിയ ഇതുപോലെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണും ട്രാൻസ്പോർട്ട് ലൈബ്രറി വന്നു. അവിടെ നമുക്ക് ഏത് ട്രാൻസ്പോർട്ടാണ് വേണ്ടത്, വാട്ടർ ട്രാൻസ്പോർട്ടാണോ, എയർ ട്രാൻസ്പോർട്ടാണോ, റോഡ് ട്രാൻസ്പോർട്ടാണോ, അത് നമ്മൾ ചൂസ് ചെയ്യുന്നു. ബസ്സസ്, നമുക്ക് ലൈബ്രറിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് ബസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് കാർസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു പേജ് കഴിഞ്ഞ് സെക്കൻഡ് പേജ് കൂടി ഉണ്ട് കണ്ടോ. അടുത്ത പേജിൽ റോഡ് മേക്കിങ്ങിൻ്റെ, എന്ന് വെച്ചാൽ റോഡിൻ്റെ ആ ഒരു റോഡ് പണികളുമായി ബന്ധപ്പെട്ട ടൈപ്പിലുള്ള കാര്യങ്ങളാണുള്ളത്.
നെക്സ്റ്റ് കാറ് വേറെ ടൈപ്പ്, വേറെ കുറേ ടൈപ്സ്, പിന്നെ കുറേ ടാങ്കർ ലോറികൾ പോലത്തെ ലോറികൾ, വാൻസ്, ബലൂൺസ്, എയർപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ്, സൈക്കിൾസ്, എല്ലാ സാധനങ്ങളും ഹൈ ക്വാളിറ്റിയിൽ നമുക്കിവിടെ റെഡിമെയ്ഡ് അവൈലബിൾ ആണ്. അതും ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫീച്ചറാണ് ലുമിയോണിൻ്റെ കമ്പയർഡ് ടു 3ds Max. കണ്ടില്ലേ, പോലീസ് കാർസ്, പോലീസ് വെഹിക്കിൾസ്, ആംബുലൻസ്, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വെഹിക്കിൾസ് എല്ലാം റെഡിയാണ്. നമുക്കപ്പോൾ അതിൽ നിന്ന് ഒരു കാറ് ഒന്ന് ചൂസ് ചെയ്യാം. കുറച്ച് ക്ലാസ് ലുക്കുള്ളൊരു കാർ തന്നെ ആയിക്കോട്ടെ. യെസ്, സ്പോർട്സ് കാർ റെഡ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് നമ്മളിവിടെ വരും. ഇവിടെ മൗസ് ഇങ്ങനെ ഒരു ഓടിക്കുമ്പോൾ കാണാം, ഭയങ്കര ഹെവി ആയിട്ടാണ്. ഞാൻ ഒരു ക്ലിക്ക് ചെയ്യുവാണ്, നോക്കണം. ജസ്റ്റ് ഈ കാണിക്കുന്ന യെല്ലോ ലൈൻസ് ആക്ച്വലി ഞാൻ കൊണ്ടുവന്ന ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള കാറിൻ്റെ സ്പേസിനെയാണ് കാണിക്കുന്നത്, പൊസിഷനെയാണ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക, മൗസ് ഒരു റിലീസ് ചെയ്യാൻ പോവാം. ക്ലിക്ക് ചെയ്തിട്ട് യെസ്, ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഹ്യൂജായിട്ടും ഹെവി ആയിട്ടും കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ ഏറ്റവും ക്ലോസറായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം, അടുത്തത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ നിൽക്കും. 3ds Maxലെ പോലെ തന്നെ നമ്മൾ ഒരു സ്ഫിയറിൻ്റെ ടൂൾ എടുത്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്താൽ സ്ഫിയർ തന്നെ വരും. ക്യാമറ ആണെങ്കിലും എടുത്ത് ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്താൽ വീണ്ടും അടുത്ത് ക്ലിക്ക് ചെയ്യുന്നത് വരെ മുന്നോട്ടിരിക്കുകയാണ്.